സോ ഇന്നത്തെ ക്ലാസ് നമ്മൾ സൂയിസൈഡ് പ്രിവെൻഷനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സൂയിസൈഡ് പ്രിവെൻഷൻ, നമ്മൾ ഇന്നലെ സൂയിസൈഡിന്റെ റിസ്ക് ഫാക്ടേഴ്സ് ഐഡന്റിഫൈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. സോ ഹൗ ക്യാൻ വി പ്രിവെന്റ് സൂയിസൈഡ്, ഇങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റ് നമുക്കൊരു ഐഡന്റിഫൈ ചെയ്താൽ ഒരാൾ സൂയിസൈഡൽ ആണ് എന്നുള്ളത്, സൂയിസൈഡൽ റിസ്കിലാണ് എന്ന് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ആളെ സൂയിസൈഡിൽ നിന്ന് നമുക്ക് പ്രിവെന്റ് ചെയ്യാം. ഹൗ ടു എംപവർ പീപ്പിൾ ടു ഐഡന്റിഫൈ, അസസ്, മാനേജ് ആൻഡ് റെഫർ സൂയിസൈഡൽ പേഴ്സൺ ഇൻ എ കമ്മ്യൂണിറ്റി. ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഇൻ സൂയിസൈഡ് പ്രിവെൻഷൻ. സൂയിസൈഡ് പ്രിവെൻഷനിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് ഐഡന്റിഫൈ ചെയ്യുക, അസസ് ചെയ്യുക, മാനേജ് ചെയ്യുക, റെഫർ ചെയ്യുക എന്നൊക്കെയുള്ളത്, കമ്മ്യൂണിറ്റിയിൽ നിന്ന് റെഫർ ചെയ്യുക എന്നൊക്കെ ഉള്ളത് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില സ്റ്റെപ്സ് ആണ് സൂയിസൈഡ് പ്രിവെൻഷന്റെ ഫാക്ടേഴ്സിൽ. സോ നമ്മൾ എന്തുകൊണ്ടാണ് കോമൺ ആൾക്കാരെ ഫോക്കസ് ചെയ്യണം എന്ന് പറയുന്നത്? സോ എവ്രി വൺ വിൽ ഹാവ് സംവൺ ക്ലോസ് ഓർ നിയർ വിത്ത് ഹും one may feel the ease of interacting, and the right awareness can be helpful to identify the crisis. ഇപ്പൊ നമുക്ക് ഒരാളോട് ഒരു അടുപ്പമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു തുറന്നു പറയാനുള്ള ഒരു ഫീൽ ഉണ്ടെങ്കിൽ, നമുക്ക് എന്താ പറയാ, ഒരാളെ ഇങ്ങനെ ഒരു റിസ്ക് ഉള്ള ഒരാളെ ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പമായിരിക്കും, അല്ലെങ്കിൽ അവരൊരു ക്രൈസിസിലാണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പമായിരിക്കും. So they provide the vital link in identification and prevention of suicide. അങ്ങനെ ഒരു അടുപ്പുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവരിൽ നിന്ന് ഇൻഫർമേഷൻ കിട്ടുകയും എന്താണ് സൂയിസൈഡ് പ്രിവെൻഷൻ എന്നുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാനും ഒക്കെ പറ്റുള്ളൂ. ഓക്കെ, their knowledge of individuals enable them to gather support from family, friends and organization. അപ്പം നമുക്ക് ഫാമിലിയിൽ നിന്ന്, ഫ്രണ്ട്സിൽ നിന്ന്, മറ്റു ഓർഗനൈസേഷനിൽ നിന്നൊക്കെ സപ്പോർട്ട് നമുക്ക് എനേബിൾ ചെയ്യാനായിട്ട് പറ്റണം. ആൻഡ് പുവർ ആക്സസിബിലിറ്റി ടു മെന്റൽ ഹെൽത്ത് സർവീസ് എന്നുള്ളത് ഇവരെ സംബന്ധിച്ച് ഒരു വലിയ ഇഷ്യൂ ആണ്. അതായത് ഇപ്പോൾ കോമൺ ആയിട്ടുള്ള ആൾക്കാർ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാൽ, പ്രത്യേകിച്ച് മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടൊരു ഇഷ്യൂ വന്നാൽ മെന്റൽ ഹെൽത്ത് സർവീസസിൽ പോയിട്ട് ആക്സസ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അപ്പം ഇതിന് മുമ്പത്തെ ലൈനിൽ നമ്മൾ പറയുന്നു, their knowledge of individual enable them to gather support from family, friends and organization. അപ്പൊ നമുക്ക് കോമൺ പീപ്പിളിനെ ഫോക്കസ് ചെയ്യാൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, കോമൺ പീപ്പിൾ ചിലപ്പം എല്ലാവരുമായിട്ട് ക്ലോസ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പമാണ്. അതുപോലെ തന്നെ അവർക്കൊരു എന്താ പറയാ, അവരൊരു വൈറ്റൽ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്താൽ നമുക്ക് ഐഡന്റിഫിക്കേഷനും പ്രിവെൻഷനും ഒക്കെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ അവരുടെ ഒരു നോളജ് ഓഫ് ഇൻഡിവിജ്വൽസ്, അപ്പം മറ്റുള്ളവരെ കുറിച്ചിട്ടുള്ള നമ്മുടെ ഒരു കരുതൽ അല്ലെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു സപ്പോർട്ട് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. അതുപോലെ തന്നെ ഈ പ്രത്യേകിച്ചും കോമൺ ആയിട്ടുള്ള ആൾക്കാർ മെന്റൽ ഹെൽത്ത് സർവീസസിൽ ആക്സസ് ചെയ്യുന്നത് വളരെ കുറവായതുകൊണ്ടും we need to focus on common individual. So let us move to crisis intervention. നമുക്കറിയാം, ഒരു സൂയിസൈഡൽ ഐഡന്റിഫിക്കേഷൻ ഉണ്ടായാൽ ആദ്യം നമ്മൾക്ക് മേജർ ആയിട്ട് നമ്മൾ നടത്താൻ പോകുന്നത് ക്രൈസിസ് ഇന്റർവെൻഷൻ ആയിരിക്കും. സോ ദ ഇനീഷ്യൽ കോൺടാക്ട് വിത്ത് സൂയിസൈഡൽ പേഴ്സൺ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ആദ്യമായിട്ട് പോയിട്ട് ഒരു സൂയിസൈഡൽ റിസ്കിലുള്ള ഒരാളെ കോൺടാക്ട് ചെയ്യുമ്പോൾ നമ്മൾ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഫൈൻഡിങ് എ സ്യൂട്ടബിൾ പ്ലേസ് വേർ എ ക്വൈറ്റ് കോൺവെർസേഷൻ ക്യാൻ ബി ഹെൽഡ് ഇൻ എ റീസണബിൾ പ്രൈവസി. ഇപ്പൊ നമ്മൾ അങ്ങനെ ഒരാളെ ഐഡന്റിഫൈ ചെയ്താൽ തീർച്ചയായിട്ടും നമുക്കൊരു അവരുടെ പ്രൈവസി എൻഷുർ ചെയ്തുകൊണ്ട് വേണം നമ്മളൊരു കോൺവെർസേഷൻ ഇനിഷ്യേറ്റ് ചെയ്യാൻ. ആൻഡ് അതുപോലെ തന്നെ ഒരു സ്യൂട്ടബിൾ പ്ലേസ് ആയിരിക്കണം. ചുമ്മാ എല്ലാവരുടെയും മുമ്പിൽ വെച്ച്, അല്ലെങ്കിൽ ക്ലാസ്സിൽ വെച്ചിട്ടാണെങ്കിൽ ക്ലാസ്സിൽ വിളിച്ചു വരുത്തിയിട്ട്, അല്ലെങ്കിൽ ക്ലാസ്സിന്റെ ഫ്രണ്ടിലോട് നിർത്തിയിട്ട് കുട്ടികളോട് ചോദിക്കുക, ദാറ്റ് ഇസ് നോട്ട് ഫെയർ. അല്ലെങ്കിൽ അങ്ങനെയല്ല നമ്മൾ ഡീൽ ചെയ്യേണ്ട, ഒരു കോമൺ പബ്ലിക്കിൽ വെച്ചിട്ട് ഒന്നും ഡീൽ ചെയ്യേണ്ട ഒരു വിഷയമല്ല ഇത്. സോ വി നീഡ് ടു ഹാവ് എ പ്ലേസ് വേർ വി ക്യാൻ ഇനീഷ്യേറ്റ് വളരെ ക്വൈറ്റ് ആയിട്ട് ഒരു കോൺവെർസേഷൻ വിത്ത് കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്തായിരിക്കണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. സെക്കൻഡ് വൺ ഈസ് allocate the necessary time. They often need more time to unburden themselves. ഇപ്പൊ നമ്മള് ഓക്കെ, എനിക്ക് 5 മിനിറ്റേ ഉള്ളൂ, 10 മിനിറ്റേ ഉള്ളൂ എന്ന് പറഞ്ഞ് നമ്മളൊരു ക്രൈസിസ് ഇന്റർവെൻഷന് പോകാൻ പാടില്ല. യു നീഡ് ടു പ്രൊവൈഡ് നെസസറി ടൈം ടു ദ ക്ലയന്റ്. അപ്പൊ നമുക്ക് ക്ലയന്റിന് നമ്മൾ ആഡിക്വേറ്റ് ആയിട്ടുള്ള ഒരു ടൈം നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. കാരണം അവർക്ക് വെന്റിലേറ്റ് ചെയ്യാനായിട്ട് കൂടുതൽ സമയം ആവശ്യമായിരിക്കും. സോ what we have to do is അവർക്ക് ചിലപ്പോൾ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ചിലപ്പോൾ കരയുമായിരിക്കും,
അല്ലെങ്കിൽ ചിലപ്പം they will keep silence for a while. ഇങ്ങനെയൊക്കെ ഉള്ള സമയത്ത് അയ്യോ സമയം പോകുന്നു കേട്ടോ, പെട്ടെന്ന് പറയൂ, അങ്ങനെ ധൃതി പിടിക്കുന്ന ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. സോ യു നീഡ് ടു ഗിവ് adequate time for the client. Third thing is listen to them effectively. നമ്മൾ അതൊരു വലിയ സ്റ്റെപ്പാണ്, പ്രത്യേകിച്ചും സൂയിസൈഡൽ റിസ്കിലുള്ള ഒരാളെ സംബന്ധിച്ച്. അവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവര് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഇഫക്റ്റീവായിട്ട് ലിസൺ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ എൻഷുർ ചെയ്യുകയും അല്ലെങ്കിൽ ആ രീതിക്ക് നമ്മൾക്ക് അവരെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലിസൺ ചെയ്യുന്നില്ല എന്നുള്ള ഒരു ഫീലാണ് അവർക്ക് വരുന്നതെങ്കിൽ they will not open up. അപ്പൊ അവരൊരിക്കലും ഓപ്പൺ അപ്പ് ചെയ്യത്തില്ല. അപ്പം സൂയിസൈഡൽ ഡെസ്പയർ റെഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ അവരെ ലിസൺ ചെയ്യുന്നു, ഇഫക്റ്റീവായിട്ട് ലിസൺ ചെയ്യുന്നു എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് അവർക്കുണ്ടാവുന്ന തരത്തിൽ വേണം നമ്മൾ അവരോട് കാര്യങ്ങൾ സംസാരിക്കാനും. ഓക്കെ, ആൻഡ് എന്താണ് ക്രൈസിസ് ഇന്റർവെൻഷന്റെ ഒരു മേജർ എയിം എന്ന് ചോദിച്ചാൽ ടു ബ്രിഡ്ജ് ദ ഗ്യാപ്പ് created by mistrust, despair, or loss of hope, and give the person the hope that things could change for the better. അതായത് ഇപ്പൊ ക്രൈസിസ് ഇന്റർവെൻഷനിൽ നമുക്കറിയാം വി ആർ ഗോയിങ് ടു സപ്പോർട്ട് എ പേഴ്സൺ ഹു ഇസ് ഇൻ ക്രൈസിസ്. അപ്പോൾ ആ ക്രൈസിസിലുള്ള ആളെ സംബന്ധിച്ച് അങ്ങനെ ഒരു ക്രൈസിസിൽ ആൾ പെടുന്നു എന്ന് പറയുന്നത് ചിലപ്പോൾ അവർക്ക് മറ്റാരെയും വിശ്വാസം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം, ജീവിതത്തെ പറ്റിയിട്ട് യാതൊരു പ്രതീക്ഷയില്ലാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എല്ലാം തന്റെ ജീവിതത്തിൽ സംഭവിച്ചത് എല്ലാം ഭാഗപ്പിഴകളാണ്, അല്ലെങ്കിൽ വലിയ വലിയ നഷ്ടങ്ങളാണ് എന്നൊക്കെ ഉള്ള ചിന്തകളാണ് ഒരാളെ ലീഡ് ചെയ്യുന്നതെങ്കിൽ വി നീഡ് ടു ബ്രിഡ്ജ് ദാറ്റ് ഗ്യാപ്പ്. അപ്പൊ അതായത് അങ്ങനെയല്ല, there is an individual to whom you can trust. നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഡിവിജ്വൽ ഉണ്ട്. നമുക്ക് ഒന്നിനെ കുറിച്ചും വലിയ നിരാശയുടെ ആവശ്യമില്ല, നമുക്ക് ഇനിയാണെങ്കിലും കാര്യങ്ങൾ ചേഞ്ച് ചെയ്ത് എടുത്തുകൊണ്ട് വരാം, നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് അവരിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ക്രൈസിസ് ഇന്റർവെൻഷന്റെ ഒരു മേജർ ആയിട്ടുള്ള എയിം ആണ്. ദെൻ ഹൗ ടു കമ്മ്യൂണിക്കേറ്റ്, അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് ലിസൺ അറ്റൻറ്റീവ്ലി, ബി കാം. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തെക്കോട്ടും വടക്കോട്ടും നോക്കിയിരിക്കുന്ന സാഹചര്യം ആകരുത്. എന്ന് വെച്ചാൽ അവരെ തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കാനല്ല പറയുന്നത്. വി നീഡ് ടു ലിസൺ അറ്റൻറ്റീവ്ലി. അവർക്ക് തോന്നണം ഓക്കെ ദിസ് പേഴ്സൺ ഇസ് ലിസണിങ് ടു മീ. അതുപോലെ തന്നെ നമ്മൾ ഭയങ്കര ഇമോഷണൽ ആവോ അജിറ്റേറ്റഡ് ആവോ ഒന്നും ചെയ്യാൻ പാടില്ല, നമ്മൾ കാം ആൻഡ് ക്വയറ്റ് ആയിരിക്കണം. ദെൻ അണ്ടർസ്റ്റാൻഡ് ദ പേഴ്സൺസ് ഫീലിംഗ്, എംപതൈസ് ചെയ്യാണ് ചെയ്യേണ്ടത്, അല്ലാതെ സിമ്പതി അല്ല നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. സോ അവരുടെ ഫീലിംഗ് എന്താണ് എന്നുള്ളത് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ദെൻ ഗിവ് നോൺ വെർബൽ മെസ്സേജസ് ഓഫ് ആക്സെപ്റ്റൻസ് ആൻഡ് റെസ്പെക്ട്. നമ്മൾ നമ്മളുടെ ആസ് എ തെറപ്പിസ്റ്റ് നമ്മൾ എപ്പോഴും അവർക്ക് ഒരു നോൺ വെർബൽ മെസ്സേജ് കൊടുത്തിരിക്കണം. അതായത് നമ്മൾ അക്സെപ്റ്റിംഗ് ആണ്, അല്ലെങ്കിൽ വി ആർ ഗിവിങ് റെസ്പെക്ട് ടു യു എന്നുള്ള ഒരു മെസ്സേജ് കിട്ടത്തക്ക രീതിയിലുള്ള നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം ഉണ്ടാവേണ്ടത്. സോ നമ്മൾ അവരുടെ ഒരു ചെറിയതായിട്ട് ലീൻ ചെയ്തിരിക്കുക, ഇതൊക്കെ. പിന്നെ വ്യക്തിയെ നമ്മൾ റെസ്പെക്റ്റിന്റെ ഭാഗമായിട്ട് ഓക്കെ യു ക്യാൻ നമുക്ക് അവരെ അഭിസംബോധന ചെയ്യുന്നത് ഇപ്പം നീ എന്താ അങ്ങനെ കാണിച്ച് അങ്ങനെയൊന്നും അല്ല നമ്മൾ ചോദിക്കേണ്ടത്. ഓക്കെ പേര് വിളിക്കുക, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ റെസ്പെക്ട് ചെയ്യുന്നതിന്റെ ഒരു ഭാഗമാണ്. ദെൻ എക്സ്പ്രസ് റെസ്പെക്ട് ഫോർ ദ പേഴ്സൺസ് ഒപ്പീനിയൻ ആൻഡ് വാല്യൂ. അപ്പൊ അവരുടെ ഒപ്പീനിയനും അവർ പറയുന്ന വാല്യൂസിനും നമ്മളൊരു റെസ്പെക്ട് എക്സ്പ്രസ് ചെയ്യണം. Then talk honestly and genuinely. നമ്മൾ സംസാരിക്കുന്നത് ഓണസ്റ്റ് ആയിരിക്കണം ആൻഡ് ജെനുവിൻ ആയിരിക്കണം. അതുപോലെ നമ്മുടെ കൺസേൺ, കെയർ, വാംത്ത് ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അവരോട് പ്രകടിപ്പിക്കുകയും ചെയ്യണം. ദെൻ ഫോക്കസ് ഓൺ പേഴ്സൺസ് ഫീലിങ്സ്. അവരുടെ ഫീലിങ്സിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ദെൻ വാട്ട് നോട്ട് ടു കമ്മ്യൂണിക്കേറ്റ്. അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ആട്ടെ ഞാൻ ഇടയ്ക്ക് ചോദിച്ചോട്ടെ എന്നൊക്കെ ഉള്ള രീതിയിൽ ഇന്ററപ്റ്റ് ചെയ്യുന്ന പരിപാടികൾ ചെയ്യാൻ പാടില്ല. വേഗം ഷോക്ക്ഡ് ഓർ ഇമോഷണൽ, നമ്മൾ അയ്യോ ആണോ എന്നിട്ടോ എന്ത് പറ്റി ഇങ്ങനെ അയ്യോ അങ്ങനെ നമ്മൾ കേട്ട് കഴിയുമ്പോൾ നമ്മൾ കരയുന്ന ഒരവസ്ഥ, അങ്ങനെയൊന്നും ഉണ്ടാവാൻ പാടില്ല. സോ നമ്മൾ ഷോക്ക്ഡ് ആവാൻ പാടില്ല, നമ്മൾ ടു ഇമോഷണൽ ആവാൻ പാടില്ല. ദെൻ കൺവേ ദാറ്റ് യു ആർ ബിസി. നമ്മൾ ഒരിക്കലും എനിക്ക് തിരക്കുണ്ട് എന്നുള്ളത് കൺവേ ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ നമുക്ക് അയ്യോ ഞാൻ എൻ്റെ ഭയങ്കര ബിസി ഷെഡ്യൂളിൽ നിന്ന് ഒരു 5 മിനിറ്റാണ് ഞാൻ തരുന്നത്, അങ്ങനെയുള്ള ഒരു മെസ്സേജസ് കൺവേ ചെയ്യാൻ പാടില്ല. ആൻഡ് ബി പാട്രണൈസിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. മേക്ക് ഇൻട്രൂസീവ് ആൻഡ് അൺക്ലിയർ റിമാർക്സ്. അവർക്ക് മനസ്സിലാവാത്ത തരത്തിലുള്ള റിമാർക്സ് അല്ലെങ്കിൽ
അവരിലേക്ക് ഒരു എന്താ പറയാ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ, കൂടുതൽ കൂടുതൽ ഇൻക്ലൂസീവ് ആയിട്ടുള്ള റിമാർക്സോ കമന്റ്സോ ഒന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. ആൻഡ് ആസ്ക് ലോഡഡ് ക്വസ്റ്റ്യൻസ്. ഇത് ഒത്തിരി വലിയ വലിയ ചോദ്യങ്ങൾ ചോദിച്ച് അവരെ വിഷമിപ്പിക്കരുത്. ആൻഡ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കാമായിരിക്കണം, ഓപ്പൺ ആയിരിക്കണം, കെയറിംഗ് ആയിരിക്കണം, അക്സെപ്റ്റിംഗ് ആയിരിക്കണം. ആൻഡ് നോൺ ജഡ്ജ്മെന്റൽ അപ്രോച്ച് ഇസ് റിക്വയർഡ് ടു ഫെസിലിറ്റേറ്റ് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ നമ്മളുടെ സൂയിസൈഡൽ റിസ്കിലുള്ള ആളുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ വി നീഡ് ടു ബി നോൺ ജഡ്ജ്മെന്റൽ. നമ്മൾ അയ്യോ നീ അങ്ങനെ ചെയ്തിട്ട് ശരിയായില്ല, ദാറ്റ് ഇസ് ജഡ്ജ്മെന്റൽ. അപ്പൊ അങ്ങനെയുള്ള ജഡ്ജ്മെന്റൽ ആയിട്ടുള്ള കമന്റ്സ് ഒന്നും നമ്മുടെ ഭാഗത്തൊന്നും ഉണ്ടാവാനായിട്ട് പാടില്ല. Then how to manage a suicidal person? Suicidal person നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതാണ്. ഒന്ന്, low risk person has had some suicidal thoughts such as I can't go on, I wish I were dead, but has not made any plans. ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഉള്ള ആളെന്ന് പറയുന്നത് that person is in a low risk category. അങ്ങനെയുള്ളവർക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ട കാര്യങ്ങൾ, we need to offer emotional support, then work through the suicidal feeling more openly. Person talks of loss, isolation, worthlessness, the less is his or her emotional turmoil become. അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ ഓപ്പൺ ആയിട്ട് സംസാരിക്കുമ്പോഴത്തേക്ക് അവരുടെ ആ വൈകാരിക പ്രക്ഷുബ്ധതയെ നമുക്ക് കുറച്ചുകൊണ്ട് വരാനായിട്ട് പറ്റും. Then when the emotional turmoil subsides, the person is likely to be reflective. This process of reflection is crucial as nobody except the individual can revoke the decision to die and make a decision to live. അപ്പോൾ ഇങ്ങനെ അവരുടെ ആ ഒരു വൈകാരിക പ്രക്ഷുബ്ധത നമ്മൾ കുറച്ച് കൊണ്ടുവരുമ്പോൾ ആ റിഫ്ലക്ഷൻ, അതുകൊണ്ട് തന്നെ ഈ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വളരെ ക്രൂഷ്യൽ അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വന്നെങ്കിൽ മാത്രമേ ആ ഇൻഡിവിജ്വലിന് മരിക്കണം എന്നുള്ള ഡിസിഷൻ മാറ്റിയിട്ട് ഒരു ജീവിക്കണം എന്നുള്ള ഒരു ഡിസിഷനിലേക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. Then focus on person's positive strength by getting him or her talk to how earlier problems have been resolved without resorting to suicide. നമുക്കറിയാം ഏത് ഇൻഡിവിജ്വലിന്റെ കാര്യത്തിലും അവരുടെ ഏർലിയർ ലൈഫിൽ പല പ്രോബ്ലംസും ഉണ്ടായിട്ടുണ്ടാവും. സോ അങ്ങനെ പ്രോബ്ലംസ് ഉള്ള പ്രോബ്ലംസ് അവര് വളരെ ഇഫക്റ്റീവ് ആയിട്ട് ചിലപ്പോൾ ടാക്കിൾ ചെയ്തിട്ടുണ്ടാവാം. അവര് സൂയിസൈഡിലേക്ക് അഭയം പ്രാപിക്കാനൊന്നും പോയിട്ടുണ്ടാവില്ല. സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ വി ക്യാൻ ഫോക്കസ് ഓൺ ദ പേഴ്സൺസ് പോസിറ്റീവ് സ്ട്രെങ്ത്. അപ്പൊ ആ ഒരു ഇൻഡിവിജ്വലിനുള്ള പോസിറ്റീവ് സ്ട്രെങ്ത്തിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാം. സോ ദാറ്റ് അവർ നേരത്തെ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസ് വന്നപ്പോൾ എങ്ങനെയായിരുന്നു ഹാൻഡിൽ ചെയ്തിരുന്നത്, എങ്ങനെയാണ് അവർ സൂയിസൈഡിലൊന്നും പോകാതെ ആ ഒരു ഇമോഷണൽ ക്രൈസിസ് അവർ ഓവർകം ചെയ്തത്, അങ്ങനെയുള്ള പോസിറ്റീവ് കാര്യങ്ങളിലേക്ക് നമ്മൾ ഹൈലൈറ്റ് ചെയ്താലും ഇറ്റ് വിൽ ഹെൽപ്പ് ദം ടു എംപവർ ദംസെൽസ്. അതായത് സൂയിസൈഡ് വേണ്ട എന്നുള്ള രീതിയിലേക്ക്, അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റും നല്ല ഇത് ഈ ക്രൈസിസ് ഓവർകം ചെയ്യാൻ പറ്റും എന്നൊരു ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. Then refer the person to mental health professional, psychiatrist or a doctor. Definitely നമുക്ക് suicidal risk ഉള്ള ആളാണെങ്കിൽ even if it is low risk or high risk, നമ്മൾ മെന്റൽ ഹെൽത്ത് പ്രൊഫഷണലിന്, പ്രത്യേകിച്ച് സൈക്കാട്രിസ്റ്റിന് അല്ലെങ്കിൽ ഒരു മെഡിക്കൽ പ്രാക്ടീഷണർക്ക് ഈ പേഴ്സണെ നമ്മൾ റെഫർ ചെയ്തിരിക്കണം. Then meet at regular intervals and maintain ongoing contact. ഇപ്പൊ ലോ റിസ്കിലുള്ള ആളാണ്, ഒരു സെഷൻ കഴിഞ്ഞു പിന്നെ നമ്മൾ ആ പ്രദേശത്തോടെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ള സാഹചര്യം ഉണ്ടാവരുത്. ഒരു റെഗുലർ ഇന്റർവെൽസിൽ നമ്മൾ അവരെ മീറ്റ് ചെയ്യുകയും അവരുമായിട്ട് ഒരു ഓൺഗോയിങ് കോൺട്രാക്ട് മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ അവർക്ക് ഫെർദർ എന്തെങ്കിലും ക്രൈസിസ് ഉണ്ടായാൽ അതിനെ ഓവർകം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ. Then individuals with medium risk. Person has suicidal thoughts and plans but has no plans to commit suicide immediately. പക്ഷെ suicidal തോട്ടും പ്ലാനും ഒക്കെ ഉണ്ട്, പക്ഷെ ഇപ്പം സൂയിസൈഡ് ചെയ്യണം എന്ന് വലിയ പ്രത്യേകിച്ച് പ്ലാനൊന്നും, ഇമ്മീഡിയറ്റ് സൂയിസൈഡ് എന്നുള്ള ഒരു പ്ലാനൊന്നും ഇല്ലാത്ത ഒരാൾക്കാരെ നമ്മൾ മീഡിയം റിസ്ക് കാറ്റഗറിയിൽ പെടുത്തും. ആൻഡ് അങ്ങനെയുള്ളവർക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ വി ക്യാൻ ഓഫർ ഇമോഷണൽ സപ്പോർട്ട്, വർക്ക് ത്രൂ പേഴ്സൺ സൂയിസൈഡൽ ഫീലിംഗ്സ് ആൻഡ് ഫോക്കസ് ഓൺ പോസിറ്റീവ് സ്ട്രെങ്ത് ഇൻ അഡീഷൻ ടു കണ്ടിന്യൂ ദ സ്റ്റെപ്സ് ബിലോ. അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾ ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കണം. അതുപോലെ തന്നെ അവരുടെ സൂയിസൈഡൽ ഫീലിങ്സ് ആ ഫീലിങ്സിൽ നമ്മൾ വർക്ക് ചെയ്യണം. ദെൻ പോസിറ്റീവ് സ്ട്രെങ്തിൽ നമ്മൾ ഫോക്കസ് ചെയ്യണം. ഇത് കൂടാതെ
use the ambivalence. One should focus on the ambivalence felt by suicidal person so that gradually we wish to live is strengthened. ഇപ്പം നമ്മൾ ഈ ഇന്നലത്തെ സെഷനിൽ നമ്മൾ പറഞ്ഞായിരുന്നു ആംബിവലന്റ് ആയിട്ടുള്ളവര്, ആംബിവലൻസ് എന്ന് പറയുന്ന ഒരു കാര്യം ഈ സൂയിസൈഡ് റിസ്കിൽ ഉള്ളതാണ്. അപ്പം ആംബിവലന്റ് ഫീലിംഗിൽ നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് ആ ആംബിവലന്റ് ഫീലിംഗ് മാറ്റി അവർക്ക് വിഷ് ടു ലിവ് എന്നുള്ളത് നമ്മൾ സ്ട്രെങ്തൻ ചെയ്തെടുക്കണം എന്നുള്ളത് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ആശയമാണ്. Explore alternatives to suicide. One should try to explore various alternatives to suicide, even though they may not be ideal situations, in hope that the person will consider at least one of them. ഇപ്പം നമുക്കിപ്പം സൂയിസൈഡൽ ഓൾട്ടർനേറ്റീവ്സ്, ഇപ്പൊ സൂയിസൈഡ് അല്ലാതെ വേറെ എന്ത് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് നമ്മളൊരു അവരുമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ എക്സ്പ്ലോർ ചെയ്യുന്നത് നല്ലതായിരിക്കും. സോ ഇന്ന് സൂയിസൈഡ് അല്ലാതെ എന്ത് കാര്യങ്ങളിലൂടെ എനിക്ക് ഈ ഒരു ഇഷ്യൂ ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ളത് അങ്ങനെ. അപ്പൊ ചിലതൊന്നും നമ്മൾ എന്താ പറയാ ഒരുപാട് ഐഡിയൽ സൊല്യൂഷൻസോ സിറ്റുവേഷൻസോ ഒന്നും ആവണമെന്നില്ല. പക്ഷെ എന്നാൽ പോലും വി ക്യാൻ എന്താ പറയാ അവരിലൊരു ഹോപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും എന്നുള്ളത് ഇതിന്റെ ഒരു പോസിറ്റീവ് സൈഡാണ്. ദെൻ മേക്ക് എ കോൺട്രാക്ട്. Extract a promise from the suicidal person that he or she will not commit suicide for a specific period. അപ്പം നമ്മളൊരു മീഡിയം റിസ്കിലുള്ള ഒരാളാണെങ്കിൽ നമ്മളൊരു കോൺട്രാക്ട് അവരുമായിട്ടൊരു നമ്മളൊരു കരാർ ഉറപ്പിക്കുകയാണ്, ഇത്ര സമയത്തിന് ഇത്ര ഗിവൺ ടൈം, ആ ഗിവൺ ടൈമിനുള്ളിൽ ഞാൻ സൂയിസൈഡ് ചെയ്യില്ല എന്നുള്ളൊരു കോൺട്രാക്ട് നമ്മൾ അവരുമായിട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഈ മീഡിയം റിസ്കിലുള്ളവർക്ക് സൂയിസൈഡിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. Then refer the person to mental health professional, psychiatrist, doctor, or make an appointment as soon as possible. അതായത് ഇങ്ങനെയുള്ളവർക്ക് സൈക്കാട്രിക് കൺസൾട്ടേഷൻ അല്ലെങ്കിൽ മെഡിക്കൽ കൺസൾട്ടേഷൻ എന്ന് പറയുന്നത് അത്യാവശ്യമായിട്ട് വേണ്ട കാര്യമാണ്. സോ അത് നമ്മൾ എൻഷുർ ചെയ്യണം. Then contact family, friends and colleagues and enlist their support. ഫാമിലി മെമ്പേഴ്സിനോട് അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് കൊളീഗ്സിന്റെ അടുത്ത് ഒക്കെ ഒരു കോണ്ടാക്ട്, അതുപോലെ തന്നെ അവർക്ക് ഒരു സപ്പോർട്ട് സിസ്റ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സപ്പോർട്ട് സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇപ്പം എ പേഴ്സൺ ഇസ് നോട്ട് ഇൻട്രസ്റ്റഡ് ടു കമ്മ്യൂണിക്കേറ്റ് ദിസ് ടു ഫാമിലി മെമ്പേഴ്സ്. അപ്പം ഫാമിലി മെമ്പേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ഒരാളുടെ ഫാമിലി നമുക്ക് വിളിച്ചു പറയാൻ പറ്റില്ല, അല്ലെ ഫ്രണ്ട്സിന്റെ അടുത്ത് വിളിച്ചു പറയാൻ പറ്റില്ല. അപ്പോൾ സോ അത് നമ്മൾ ആ ക്ലയന്റുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് ടു ഹൂം യു കോണ്ടാക്ട്, അല്ലെങ്കിൽ ആരെയാണ് നമുക്കൊരു സപ്പോർട്ട് സിസ്റ്റം ആയിട്ട് നമ്മുടെ സെഷൻസിൽ അല്ലെങ്കിൽ തെറപ്പി പ്രോഗ്രസ് ചെയ്യുന്നതിൽ ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. Then the third group, that is high risk group, that is the person has definite plan, has the means to do it and plan to do it immediately. അതായത് തേർഡ് അല്ലെങ്കിൽ ഹൈ റിസ്ക് ഗ്രൂപ്പ് എന്ന് പറയുന്നവർക്ക് കൃത്യമായ പ്ലാൻ ഉണ്ടാവും സൂയിസൈഡ് ചെയ്യുന്നതിനെ പറ്റിയിട്ട്, എങ്ങനെ ചെയ്യണം അതിന് വേണ്ട സജ്ജീകരണങ്ങളൊക്കെ അവർ ഒരുക്കി വെച്ചിട്ടുണ്ടാവും. ആൻഡ് ദേ ഹാവ് ദ പ്ലാൻ ടു ഡു ഇറ്റ് ഇമ്മീഡിയറ്റ്ലി. അവരെ സംബന്ധിച്ചത് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യാനുള്ള ഒരു പ്ലാനും അവർക്ക് ഉണ്ടായിരിക്കും. സോ ദിസ് കാറ്റഗറി ഈസ് നോൺ ആസ് ഹൈ റിസ്ക് കാറ്റഗറി. അങ്ങനെയുള്ളിടത്ത് നമ്മൾ ചെയ്യേണ്ടത് സ്റ്റേ വിത്ത് പേഴ്സൺ, നെവർ ലീവ് ദ പേഴ്സൺ എലോൺ. അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ഒറ്റയ്ക്ക് ഒരു വീട്ടിലിരുത്തിയിട്ടൊന്നും പോകാനായിട്ട് പാടില്ല, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒരു റൂമിൽ ഇരുത്തിയിട്ട് പോകാൻ പാടില്ല. ആൻഡ് അപ്പം റൂമിലൊക്കെ ഇരിക്കുകയാണെങ്കിലും ഡോർ ക്ലോസ് ലോക്ക്ഡ് ആകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ബി വിത്ത് ദം, ഒരു കമ്പനി കൊടുക്കുക, അല്ലെങ്കിൽ അവരോട് ഒപ്പമായിരിക്കുക. സോ ദാറ്റ് അവർക്ക് സപ്പോർട്ടായിട്ട് ഞാൻ ഉണ്ട് എന്നൊരു ഫീലിംഗ് തെറപ്പിസ്റ്റിന് അല്ലെങ്കിൽ അവരുടെ ഒരു സപ്പോർട്ട് സിസ്റ്റത്തിന് പ്രൊവൈഡ് ചെയ്യിപ്പിക്കുക. Then gently talk to the person and remove the pills, knife, gun, insecticide, etc. അതായത് ഈ പറയുന്ന പിൽസ്, നൈഫ്, ഗൺ, ഇൻസെക്ടിസൈഡ് ഇതൊക്കെ എന്ന് പറയുന്നത് ആക്ച്വലി മീൻസ് ടു ഡു ഇറ്റ് ആണ്. അതായത് എന്ത് രീതിയിൽ അവർ സൂയിസൈഡ് ചെയ്യണം എന്നുള്ളതിന്റെ മീൻസ് ആണ്. സോ നമ്മൾ അവരുമായിട്ട് സംസാരിച്ച് അവര് കരുതി വെച്ചേക്കുന്ന ഇത്തരത്തിലുള്ള മീൻസ് നമ്മൾ പതുക്കെ അവരിൽ നിന്ന് റിമൂവ് ചെയ്യണം. സോ അപ്പം അങ്ങനെയുള്ള സാധനങ്ങൾ എന്താ പറയാ ഇമ്മീഡിയറ്റ് അവൈലബിലിറ്റി ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും സൂയിസൈഡ് കുറച്ചുകൂടെ നമുക്ക് നീട്ടാൻ അല്ലെങ്കിൽ സൂയിസൈഡ് പ്രിവെന്റ് ചെയ്യാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും. ദെൻ മേക്ക് എ കോൺട്രാക്ട്. നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ഒരു കോൺട്രാക്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. Then contact mental health professional, psychiatrist or doctor immediately and arrange for an ambulance or hospitalization. അതായത്
ഇമ്മീഡിയറ്റ് മെന്റൽ ഹെൽത്ത് പ്രൊഫഷണലിന്റെ ഇന്റർവെൻഷൻ നമ്മൾ എൻഷുർ ചെയ്തിരിക്കണം. സൈക്കാട്രിസ്റ്റ് അല്ലെങ്കിൽ മെഡിക്കൽ ഡോക്ടറുടെ അടുത്ത് അപ്പോയിന്റ്മെന്റ്സ് പോയി കാണാൻ പറയല്ല, ഇമ്മീഡിയറ്റ്ലി വി നീഡ് ടു ഹോസ്പിറ്റലൈസ് ദം. ഇൻഫോം ദ ഫാമിലി ആൻഡ് എൻലിസ്റ്റ് ഇറ്റ്സ് സപ്പോർട്ട്. ഇപ്പം ഇത്രയും ഹൈ റിസ്കിലുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഫാമിലി മെമ്പേഴ്സിനെ ഇൻവോൾവ് ചെയ്യിപ്പിക്കാം, അല്ലെങ്കിൽ ക്ലോസ് ഫ്രണ്ട്സിനെ ഇൻവോൾവ് ചെയ്യിപ്പിക്കാം, സോ ദാറ്റ് അവർക്കൊരു സപ്പോർട്ട് നമ്മൾ എൻഷുർ ചെയ്യണം. Then referring a suicidal person. Suicidal person നമ്മൾ റെഫർ ചെയ്യുമ്പോൾ when to refer, when the എപ്പോഴാണ് റെഫർ ചെയ്യേണ്ടത്? സൈക്കാട്രിക് ഇൽനസ് ഉണ്ടെങ്കിൽ, ഹിസ്റ്ററി ഓഫ് പ്രീവിയസ് സൂസൈഡ് അറ്റംപ്റ്റ് ഉണ്ടെങ്കിൽ, ഫാമിലി ഹിസ്റ്ററി ഓഫ് സൂസൈഡ്, ആൽക്കഹോളിസം ഓർ മെന്റൽ ഇൽനസ് ഉണ്ടെങ്കിൽ, then if the presence of a physical illness or no social support, അവർക്ക് യാതൊരുവിധ സോഷ്യൽ സപ്പോർട്ടും ഇല്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അല്ലെങ്കിൽ നിർബന്ധമായിട്ടും നമ്മൾ ഈ പേഴ്സണെ റെഫർ ചെയ്യണം. ഹൗ ടു റെഫർ? അപ്പൊ ഇനി എങ്ങനെയാണ് നമ്മൾ റെഫർ ചെയ്യേണ്ടത്? ഇപ്പം എപ്പോൾ റെഫർ ചെയ്യണം, എന്ത് കണ്ടീഷൻസ് ഒക്കെ ആണെങ്കിൽ റെഫർ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പ്രീവിയസ് സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി എങ്ങനെ, ഹൗ ടു, അല്ലെങ്കിൽ എങ്ങനെയാണ് റെഫർ ചെയ്യേണ്ടത്? വൺ മസ്റ്റ് ടേക്ക് ടൈം ടു എക്സ്പ്ലെയിൻ ദ പേഴ്സൺ ദ റീസൺ ഫോർ ദ റെഫറൽ. നമ്മൾ ക്ലയന്റുമായിട്ട് ക്ലിയർ ആയിട്ട് നമുക്കൊരു ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നിരിക്കണം. എന്തുകൊണ്ടാണ് ഞാൻ റെഫർ ചെയ്യുന്നത്, അത് കൃത്യമായിട്ട് നമ്മുടെ പേഴ്സണ് എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ കൊടുക്കണം. എന്തൊക്കെ കാര്യകാരണങ്ങൾ കൊണ്ടാണ് ഞാൻ നിങ്ങളെ റെഫർ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് പറയണം. ആൻഡ് വി നീഡ് ടു അറേഞ്ച് എൻ അപ്പോയിന്റ്മെന്റ്. നമ്മളൊരു അപ്പോയിന്റ്മെന്റ് അവർക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ ചിലപ്പോൾ അവർ പോകത്തില്ല. Convey to the person that referral does not mean that one is washing his or her hands of the problem. അതായത് ഞാൻ നിങ്ങളെ റെഫർ ചെയ്ത് കൈ കഴുകി ഒഴിവാക്കി എന്നുള്ള ഒരു കാര്യം അല്ല എന്നുള്ളത് നമ്മൾ അവരോട് കൃത്യമായിട്ട് പറയണം. ബി വിത്ത് ദം, എങ്കിൽ മാത്രമേ അവർക്ക് അങ്ങനെ നമ്മൾ ഇട്ടിട്ട് പോയി എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവാതിരിക്കും. സോ ഇത് എല്ലായ്പ്പോഴും നമ്മൾ തെറപ്പിസ്റ്റ് എന്നുള്ള രീതിയിലല്ല, ആസ് എൻ ഇൻഡിവിജ്വൽ, ആസ് എ റെസ്പോൺസിബിൾ ഇൻഡിവിജ്വൽ, നമ്മുടെ ചുറ്റുമുള്ള ഏത് സൂയിസൈഡൽ റിസ്ക് ആണെങ്കിലും, അല്ലെങ്കിൽ ഏത് സൂയിസൈഡൽ റിസ്കിലുള്ള ആൾക്കാരുടെ അടുത്തും നമ്മൾ ഈ ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇറ്റ് ഇസ് നോട്ട് പ്യൂർലി മെൻഷൻഡ് ഫോർ തെറപ്പിസ്റ്റ്. നമുക്ക് അല്ലാത്ത ആൾക്കാർക്കും ഈ ഹൈ റിസ്ക് ഇൻഡിവിജ്വൽസിന് നമുക്ക് ഈ രീതിയിൽ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ അവരെ കൈകഴുകി ഒഴിവാക്കി എന്നുള്ള രീതിയിലുള്ള ഒരു ഫീലിംഗ് അവർക്ക് ഉണ്ടാവാതെ, എന്തുകൊണ്ടാണ് ഹോസ്പിറ്റലിൽ പോകേണ്ടതിന്റെ ആവശ്യകത എന്താണ്, എന്തുകൊണ്ടാണ് ഞാൻ റെഫർ ചെയ്യുന്നത് എന്നുള്ളത് കാര്യകാരണ സഹിതം നമ്മൾ നമ്മുടെ ക്ലയന്റിന്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. See the person after consultation. അതായത് കൺസൾട്ടേഷന് ശേഷവും നമ്മൾ അവരെ കാണണം. മെയിൻറ്റെയിൻ എ പീരിയോഡിക് കോൺടാക്ട്. ആ വ്യക്തിയുമായിട്ട് വളരെ കൃത്യമായ പീരിയോഡിക് കോൺടാക്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ആ ഒരു ഓക്കെ നമ്മൾ റെഫർ ചെയ്തു കഴിഞ്ഞു വിട്ടു എന്നുള്ളതിൽ നിർത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ പിന്നെ നമ്മളുമായിട്ടൊരു ട്രസ്റ്റ്, നമ്മളുമായിട്ട് ബിൽഡ് ചെയ്തൊരു ട്രസ്റ്റ് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. സോ കൺസൾട്ടേഷൻ കഴിഞ്ഞാണെങ്കിലും നമ്മൾ അവരെ കാണുക, ഒരു പീരിയോഡിക് കോൺടാക്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ഇതൊക്കെ ആളെ ഫെർദർ റിസ്ക് ചെയ്ത് നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. തിങ്സ് ടു ഡു. ഇനി നമ്മൾ ചെയ്യേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, ലിസൺ, ഷോ എംപതി, ബി കാം. ഇതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ്. ബി സപ്പോർട്ടീവ് ആൻഡ് കെയറിങ്. അവരോട് സപ്പോർട്ടീവായിട്ടും കെയറിംഗ് ആയിട്ടും അവരോട് സംസാരിക്കണം. ടേക്ക് ദ സിറ്റുവേഷൻ സീരിയസ്ലി ആൻഡ് അസസ് ദ ഡിഗ്രി ഓഫ് റിസ്ക്. ഇപ്പൊ നമ്മുടെ അടുത്ത് ഒരാളൊരു ഇങ്ങനെ ഒരു സൂയിസൈഡൽ ഐഡിയേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, നിസ്സാരമായിട്ട് തള്ളിക്കളയരുത് ഒരിക്കലും. വി നീഡ് ടു ടേക്ക് ദ സിറ്റുവേഷൻ സീരിയസ്ലി ആൻഡ് വി നീഡ് ടു അസസ് ദ റിസ്ക് ഓൾസോ. എന്താണ്, ലോ റിസ്ക് ആണോ, മീഡിയം റിസ്ക് ആണോ, ഹൈ റിസ്ക് ആണോ എന്നൊക്കെ ഉള്ളത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. ആസ്ക് അബൌട്ട് പ്രീവിയസ് അറ്റംപ്റ്റ്. അതായത് അവര് നേരത്തെ ഇതുപോലെ ഉള്ള സൂയിസൈഡൽ അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ടോ. ഇനി എക്സ്പ്ലോർ പോസിബിലിറ്റീസ് അതർ ദാൻ സൂയിസൈഡ് അല്ലാതെയുള്ള പോസിബിലിറ്റീസിനെ പറ്റി നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം. ആസ്ക് അബൌട്ട് സൂയിസൈഡ് പ്ലാൻ. അവരുടെ സൂയിസൈഡ് പ്ലാനിനെ കുറിച്ച് നമുക്ക് ചോദിക്കാം. ബൈ ടൈം ഓർ മേക്ക് എ കോൺട്രാക്ട്. അവരായിട്ടൊരു കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്യാം. ഐഡന്റിഫൈ ദെയർ സപ്പോർട്ട്സ്. അപ്പൊ അവരെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റം ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാം. ദെൻ റിമൂവ് ദ മീൻസ് ഇഫ് പോസിബിൾ. അവർ സൂയിസൈഡ് ചെയ്യാൻ ഉദ്ദേശിച്ച് വെച്ചേക്കുന്ന മീൻസ് എന്തൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അവരുടെ മുമ്പിൽ നിന്ന് റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. അതായത് അവിടുന്ന് മാറ്റാനുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഈസിലി ആക്സസിബിലിറ്റി ആ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റുക. ടേക്ക് ആക്ഷൻ, ടെൽ അതേഴ്സ്, ഗെറ്റ് ഹെൽപ്പ്. അപ്പൊ സൂയിസൈഡൽ റിസ്കിലുള്ള ആൾക്കാരെ സംബന്ധിച്ച് തീർച്ചയായിട്ടും അവർ മാത്രം വിചാരിച്ചാൽ സൂയിസൈഡ് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റില്ല. അവരുടെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള റിലേറ്റീവ്സ് അല്ലെങ്കിൽ ക്ലോസ് പേഴ്സൺസ്
കൂടെ ഹെൽപ്പ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. സോ ഡെഫിനറ്റ്ലി വി നീഡ് ടു ടെൽ ദിസ് ടു അതേഴ്സ് ആൻഡ് വി നീഡ് ടു സീക്ക് ഹെൽപ്പ് ഫ്രം ദോസ് ഇൻഡിവിജ്വൽസ്. Then if the risk is high, stay with the person. അപ്പം റിസ്ക് കൂടുതലാണെങ്കിൽ ആ പേഴ്സന്റെ കൂടെ നമ്മൾ ആയിരിക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇഗ്നോർ ചെയ്യാൻ പാടില്ല. നമ്മൾ കൂടുതൽ എംബാരസ്ഡ് ആണ്, അല്ലെങ്കിൽ ഷോക്ക്ഡ് ആണ്, അല്ലെങ്കിൽ പാനിക് ആവുന്നത് അവരുടെ മുമ്പിൽ എക്സ്പ്രസ്ഡ് ആവാൻ പാടില്ല. സേ ദാറ്റ് എവറിഥിങ് വിൽ ബി ഓൾ റൈറ്റ്, കുഴപ്പമില്ല, എല്ലാം ശരിയായിക്കോളും എന്നൊക്കെ ഉള്ള ആ രീതിയിലുള്ള ഒരു വെറുവാക്കം ആവരുത്. ചലഞ്ച് ദ പേഴ്സൺ ടു ഗോ എഹെഡ്. അപ്പോൾ അവരോട് പറയാം, ഓക്കെ, നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നീ പോയി സൂയിസൈഡ് ചെയ്യുക, അങ്ങനെ ഒന്നും ചലഞ്ചോണ്ടെങ്കിൽ ഒന്ന് സൂയിസൈഡ് ചെയ്യുക എന്നൊക്കെ ഉള്ള രീതിയിൽ ചാലഞ്ച് ചെയ്യാൻ പാടില്ല. മേക്ക് ദ പ്രോബ്ലം അപ്പിയർ ട്രിവിയൽ. ദെൻ അപ്പം പ്രോബ്ലം ട്രിവിയൽ ആണെന്നുള്ളത് മീൻസ് ആ രീതിയിൽ അതിനെ ഒഴിവാക്കരുത്. ദെൻ ഗിവ് ഫോൾസ് അഷുറൻസസ്, ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ ഇല്ലാത്ത അഷുറൻസസ് ഒന്നും നമ്മൾ അവർക്ക് കൊടുക്കാനും പാടില്ല. സ്വയർ ടു സീക്രസി, ഒരു കാരണവശാലും ഇത് എന്താ പറയാ, ഞാൻ ഇത് രഹസ്യമാക്കി സൂക്ഷിച്ചോളാം എന്ന് പറഞ്ഞിട്ട് സൂയിസൈഡൽ ഐഡിയേഷൻ ആരോടും പറയാതെ നമ്മൾ രഹസ്യമാക്കി വെച്ച് ആള് സൂയിസൈഡ് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിക്കാൻ പാടില്ല. അതുപോലെ തന്നെ അന്ന് പിന്നെ നീ കുറച്ചു നേരം ഇവിടെ ഒറ്റയ്ക്കിരിക്കുക, നിന്റെ വിഷമമൊക്കെ മാറട്ടെ എന്ന് പറഞ്ഞിട്ട് അവരെ ഒറ്റയ്ക്കിരിക്കാൻ അനുവദിച്ചിട്ട് നമ്മൾ പോകാനും പാടില്ല. Then suicidal intervention strategies. Media effect. There is a strong connection between media portrayals of suicide and suicidal rates, particularly for the reported methods. അപ്പം നമ്മൾ മീഡിയയിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നതൊക്കെ കേട്ട് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് സൂയിസൈഡൽ ഐഡിയ, സൂയിസൈഡൽ ടെൻഡൻസി ഉള്ളവരെ അത് അതുമായിട്ട് പെട്ടെന്ന് അവരെ കണക്ട് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഇപ്പൊ നമുക്കറിയാം ചില മേർഡേഴ്സ് ഒക്കെ ന്യൂസ് പേപ്പേഴ്സിലൊക്കെ വരുന്നത് വളരെ കൃത്യമായിട്ട് വായിച്ചിട്ട് അതുപോലെ അല്ലെങ്കിൽ അതിനെ ഓവർകം ചെയ്യത്തക്ക രീതിയിലുള്ള ക്രൈംസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇല്ലേ എന്ന് പറഞ്ഞ പോലെ മീഡിയയുടെ ഇഫക്റ്റ് വരുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. WHO has considered improving the suicide portrayal in the media as one of the 6 key strategies on suicide prevention, and that has been issued to set recommendations for media professionals. ഇനി നമുക്ക് മീഡിയയുടെ ഇഫക്റ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സൂയിസൈഡ് പ്രിവെൻഷൻ എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ മീഡിയയെ നമുക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ that will be more effective. These recommendations suggest not publishing photographs or suicide notes, specific details of method used, simple reasons for committing suicide, religious or cultural stereotypes, and perspectives that may glorify or sensitizationalize suicide or put blame on others. അതായത് ഇപ്പൊ നമ്മൾ സൂയിസൈഡിന്റെ കാര്യത്തിൽ ഇപ്പം ഒരാൾ സൂയിസൈഡ് ചെയ്യുന്ന രീതി അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മീഡിയയിൽ പബ്ലിഷ് ചെയ്യരുത് എന്നാണ് പറയുന്നത്. സോ ദാറ്റ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്ത് പറ്റും എന്ന് ചോദിച്ചാൽ ഈ സൂയിസൈഡ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ആ രീതിയിലുള്ള മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്ത് സൂയിസൈഡിലേക്ക് പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലായിരിക്കും. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. പിന്നെ മീഡിയയ്ക്ക് നമ്മൾ കുറച്ച് ഗൈഡ് ലൈൻസ് ഒക്കെ കൊടുക്കാറുണ്ട്. സെൻസിറ്റൈസേഷൻ, എക്സ്റ്റെൻസീവ് റിപ്പോർട്ടിംഗ് ഓൺ സൂയിസൈഡ് കുഡ് ബി കൺവേ സൂയിസൈഡ് ആസ് അക്സെപ്റ്റബിൾ, കുഡ് ഓൾസോ ഇൻക്ലൂഡ് സൂയിസൈഡ് കണ്ടഗേഷൻ ത്രൂ ഇമിറ്റേറ്റീവ് ഓഫ് സൂയിസൈഡൽ ആക്ട്. അതായത് നമ്മൾ സൂയിസൈഡൽ ആക്ട്സ് മറ്റുള്ളവർ ഇമിറ്റേറ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള റിപ്പോർട്ടിംഗ് ഒന്നും നമ്മൾ ചെയ്യാൻ പാടില്ല എന്ന് മീഡിയ ഗൈഡ് ലൈൻസിൽ പറയുന്നുണ്ട്. Then media guidelines were developed for journalists and news editors. Then Austrian Association for Suicide Prevention developed media guidelines and launched a media campaign in mid-1987. So അതായത് ഈ മീഡിയയിൽ ഇങ്ങനെ ഓരോ റിപ്പോർട്ട് വരുമ്പോൾ അതനുസരിച്ചിട്ട് ചെയ്യാനുള്ള ചാൻസസ് കൂടുതൽ ഉള്ളത് കൊണ്ട് മീഡിയയ്ക്ക് നമ്മളൊരു ഗൈഡ് ലൈൻ കൊടുക്കുന്നത് നല്ലതാണെന്നാണ് പറയുന്നത്. Then next is telehelp, telecheck service. നമുക്ക് സൂയിസൈഡ് പ്രിവെൻഷൻ എപ്പോഴും നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് telehelp or alarm system that the client can activate to call or call for help at any time. അതായത് ഒരു ടെലി ഹെൽപ്പ് ലൈൻ ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു 24 hours ഉള്ള ഹെൽപ്പ് ലൈൻ ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഏത് സമയത്തും ആർക്കും വിളിക്കാം, അവർക്ക് ആ ഒരു ഹെൽപ്പ് സീക്ക് ചെയ്യാൻ പറ്റും. Telecheck, the client is contacted about twice a week for assessment of needs and emotional supports. ഇപ്പം നമുക്ക് ടെലിചെക്ക് ആണെങ്കിൽ അവരെ നമ്മൾ തിരിച്ചു വിളിച്ചിട്ട് അവരുടെ ഇമോഷണൽ അസസ്മെന്റ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. Although elderly seldom use hotline services, the design of service effectively
the intervention proactive and interactive. ഇപ്പോൾ നമ്മൾ എൽഡർലി ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഈ ഹോട്ട്ലൈൻ സർവീസസ് ഒക്കെ യൂസ് ചെയ്യുന്നത് വളരെ വിരളായിരിക്കും. സോ അവര് ഇത്തരത്തിലുള്ള സർവീസസിന് എന്താ പറയാ സർവീസസ് യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. Then cognitive behavioral therapy. CBT has indirect suicide prevention potential and has been altered and evaluated specifically for suicide prevention. അപ്പോൾ CBT വളരെയധികം suicide prevention വളരെ റോളുള്ള ഒരു കാര്യമാണ്. ആൻഡ് വളരെ എന്താ പറയാ ഇഫക്റ്റീവ് ആയിട്ട് കാണുന്നുണ്ട്. It has also been adopted for specific high-risk groups such as suicide attempters, showing a significant lower reattempt rates for CBT patients. അപ്പോൾ CBT patients, CBT തെറപ്പി പോകുന്ന ആൾക്കാരെ സംബന്ധിച്ച് പിന്നീട് റീഅറ്റംപ്റ്റ് നടത്താനുള്ള ടെൻഡൻസി വളരെ ലോ ആയിട്ട് കാണിക്കുന്നുണ്ട്. Then severity of self-reported depression and hopelessness was significantly lower in CBT group. അപ്പോൾ CBT ചെയ്യുന്ന ഗ്രൂപ്പുകളിൽ സെൽഫ് റിപ്പോർട്ടഡ് ഡിപ്രഷനും ഹോപ്പ്ലെസ്നെസ്സും സിഗ്നിഫിക്കൻ്റ്ലി കുറവായിട്ടുമാണ് കാണിക്കുന്നത്. സോ CBT എന്ന് പറയുന്നത് ഒരു ക്ലിനിക്കൽ ഇന്റർവെൻഷൻ ആണ്. സോ ഇറ്റ് വിൽ ഹെൽപ്പ് us to prevent suicide. സൂയിസൈഡൽ ഐഡിയാസ് ഉള്ള പേഷ്യൻസിലൊക്കെ വളരെ ഇഫക്റ്റീവായിട്ട് ഈ ഒരു CBT ഇഫക്റ്റീവായിട്ട് കാണുന്നുണ്ട്. പിന്നെയുള്ളത് ഡയലക്റ്റിക്കൽ ബിഹേവിയർ തെറപ്പി, DBT. Is a cognitive behavioral treatment approach with two key characteristics: behavioral problem solving focus with acceptance based strategies and emphasis on dialectical process. Idana DBT ide oru major focus nu parayunnathu. Dialectical refers to the issues involved in treating patients with multiple disorders and the type of thought process and behavioral styles used in the treatment strategies. ഇപ്പോൾ ഡയലക്റ്റിക്കലിനകത്ത് 5 കമ്പോണൻസ് ആണുള്ളത്. ഒന്ന് കേപ്പബിലിറ്റി എൻഹാൻസ്മെന്റ്, അതായത് സ്കിൽ ട്രെയിനിങ് ഉണ്ടാവുന്നുണ്ട്. 2 മോട്ടിവേഷണൽ എൻഹാൻസ്മെന്റ്, അതായത് ഇൻഡിവിജ്വൽ ബിഹേവിയറൽ ട്രീറ്റ്മെന്റ് പ്ലാൻസ് അവിടെ ഉണ്ടാവണം. Then generalization, access to therapist outside clinical setting, home work and inclusion of family in treatment. ഇതൊക്കെ ഈ ജനറലൈസേഷൻ എന്ന് പറയുന്ന കമ്പോണന്റിൽ വരുന്നതാണ്. അപ്പം തെറപ്പിസ്റ്റിനെ നമുക്ക് ക്ലിനിക്കൽ സെറ്റിംഗിൽ അല്ലെങ്കിലും ആക്സസിബിൾ ആയിരിക്കണം. പിന്നെ അവർക്ക് ഹോംവർക്സ് കൊടുക്കണം. പിന്നെ ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ നമ്മൾ ട്രീറ്റ്മെന്റിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യണം. Then structuring the environment, programmatic emphasis on reinforcement of adaptive behaviors. അപ്പോൾ അഡാപ്റ്റീവ് ബിഹേവിയേഴ്സ് യൂസ് ചെയ്യുന്നതിനെ കൂടുതൽ നമ്മൾ ഫെസിലിറ്റേറ്റ് ചെയ്യണം. അതിനുവേണ്ട എൻവയോൺമെന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. Then capability and motivational enhancement of therapist. അപ്പോൾ ഒരു തെറപ്പിസ്റ്റിന്റെ ഒരു ടീം ഓഫ് കൺസൾട്ടേഷൻ ഗ്രൂപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി മോർ ഇഫക്റ്റീവ്. അങ്ങനെ ഒരു 5 കമ്പോണന്റ് ആണ് ഡയലക്റ്റിക്കലിന്റെ അകത്ത് ഉള്ളത്. ദെൻ ലിഥിയം ട്രീറ്റ്മെന്റ്, അത് നമ്മൾ ബൈപോളാർ ഡിസോർഡേഴ്സ് ഉള്ള പേഷ്യൻസിൽ നമ്മൾ ലിഥിയം ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ സൂയിസൈഡൽ റിസ്ക്കും അതുപോലെ തന്നെ സൂയിസൈഡൽ അറ്റംപ്റ്റ്സും റെഡ്യൂസ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. long term lithium treatment has been associated with reduced risk of suicide and suicidal attempt in persons with bipolar or other major affective disorders. Overall risk of suicides and suicide attempts were 5 times less among lithium treated subjects among those who are not treated with lithium. Bipolar disorders ഉള്ള പേഷ്യൻസ് ലിഥിയം ട്രീറ്റ്മെന്റിലാണെങ്കിൽ അവർക്ക് സൂയിസൈഡൽ റിസ്ക് കുറവായിരിക്കും when compared to other treatment strategies. പിന്നെ benefits and risk of antidepressant in suicide prevention. അതുപോലെ തന്നെ efficacy of antidepressants was considered as clinically significant and superior to placebo in the treatment of depression. Antidepressants effective ആയിട്ട് പറയുന്നുണ്ട്. However, increased suicide risk was also found in children and adolescents and young adults using antidepressants. പിന്നുള്ളത് ഗൺ പ്രിവെൻഷൻ നമ്മുടെ സൊസൈറ്റിയിൽ അത്രയും വരുന്നില്ല. കാരണം ഗൺസ് ഒക്കെ യൂസ് ചെയ്യുന്നവർ നമ്മുടെ ഇടയിൽ ലൈസൻസ് ഒക്കെ ഉള്ളവർ കുറവായതുകൊണ്ട്. ദെൻ കമ്മ്യൂണിറ്റി ബേസ്ഡ് സൂയിസൈഡ് പ്രിവെൻഷൻ പ്രോഗ്രാംസ്, ഇപ്പം നമുക്ക് കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള സൈക്കോ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസും ആക്റ്റീവ് ഇന്റർവെൻഷൻ കൊടുക്കുന്ന രീതിയിലുള്ള പ്രോഗ്രാംസും ഒക്കെ ഉണ്ടെങ്കിൽ ദാറ്റ് വിൽ ഹെൽപ്പ് us to prevent the suicide in a community based thing. Then educational institutions നമുക്ക് 3 ലെവൽസിൽ നമുക്ക് ഈ സൂയിസൈഡ് പ്രിവെൻഷൻ ചെയ്യാൻ പറ്റും. ഒന്ന് ലെവൽ 1 അവയർനെസ് ക്യാമ്പയിൻസും
ലെവൽ 2 നമ്മൾ ട്രെയിൻഡ് സ്റ്റാഫിന് അല്ലെങ്കിൽ ഒരു ടീം ഓഫ് സെലക്ടഡ് ട്രെയിൻഡ് സ്റ്റാഫിനെ കൊണ്ടുവരിക എന്നുള്ളത് ലെവൽ 2 നമുക്ക് ചെയ്യാൻ പറ്റും. ലെവൽ 3 നമുക്ക് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, സൈക്കാട്രിസ്റ്റ് ഇങ്ങനെയുള്ള പ്രൊഫഷണൽസിന്റെ ഹെൽപ്പ് കൂടെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. Then factors that affect intervention behavior, knowledge about suicide, beliefs and attitudes about suicide prevention, reluctance to intervene, self-efficacy to intervene. ഇതൊക്കെ ഉള്ള ഈ ഫാക്ടേഴ്സ് ഒക്കെ ഇന്റർവെൻഷൻ ബിഹേവിയറിനെ അഫക്ട് ചെയ്യാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. ജസ്റ്റ് rushing through this slides. Then social, അതിന്റെ ഒരു എങ്ങനെ നമ്മൾ ഈ ഒരു ഇന്റർവെൻഷൻ നടത്തുന്നു എന്നുള്ളത് ഇൻഡിവിജ്വൽ ട്രെയിനിങ്ങിലാണെങ്കിലും ഇന്റർവെൻഷൻ ബിഹേവിയർ ഏത് രീതിയിലാണ് എന്നുള്ളത് വരുന്നു. Then systematic, there may be systematic differences among the individuals on how training influences these factors as well as how changes in these factors. അപ്പം individual differences എന്ന് പറയുന്നത് എല്ലാ കാര്യത്തിലും ഉണ്ട്. സോ വി നീഡ് ടു വർക്ക് ഓൺ ദാറ്റ് ഇൻഡിവിജ്വൽ ബേസിസ് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് പല രീതിയിൽ സൂയിസൈഡൽ റിസ്ക് ഉള്ള ആൾക്കാരെ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അവരുടെ ഇൻഡിവിജ്വാലിറ്റിയെ ഹനിക്കാത്ത രീതിയിലുള്ള ഇന്റർവെൻഷൻ സ്ട്രാറ്റജീസ് വേണം നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ബേസ്ഡ് ഓൺ ദെയർ സെക്സ്, ഏജ്, റേസ്, അതുപോലെ തന്നെ അവർ എന്ത് ജോലി ചെയ്യുന്നു, എഡ്യൂക്കേഷൻ എന്താണ്, പ്രയർ